ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 48ാം ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് ഇവിടെ ദേശീയ ഭക്ഷണമായ പുട്ടും കടലയും കഴിച്ച് ഇന്നത്തെ ദിവസം ആരംഭിച്ചു. ഇന്ന് നടക്കാനൊന്നും പോയില്ല, ഇവിടെ തന്നെ നിന്ന് നിരീക്ഷണമായിരുന്നു. ഈ കാണുന്നവനാണ് വെൽവെറ്റ് ഫ്രണ്ട് നെറ്റ് ഹാച്ച്, മലയാളത്തിൽ ഗൗളിക്കിളി. ഇവന്റെ സൈസിനേക്കാളും നീളം വരും പേര് എഴുതിയിട്ട് വായിക്കുമ്പോൾ. മരത്തടിയിലൊക്കെ തലകീഴായി ചാടി മറിഞ്ഞ് നടക്കാനുള്ള ഇവന്റെ കഴിവ് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അടുത്തത് ഫ്ലൈയിങ് ലിസാർഡ്. അവൻ ഈ മരത്തിലിരിപ്പുണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിക്കുക, അല്ലാത്തവർ തുടർന്ന് കാണും. കണ്ടുപിടിച്ചവർ ഒരു കമന്റ് വിട്ടേക്ക്. പെർഫെക്റ്റ് ക്യാമഫ്ലോജിന് ഉദാഹരണമാണ് ഇവന്മാർ. ഇവർ കപ്പിളായിട്ടാണ് വന്നത്. ഇവർ മാത്രമല്ല, നേരത്തെ ഗൗളിക്കിളിയും നമ്മുടെ കിച്ചു എന്ന് വേണ്ട ഒട്ടുമിക്ക പക്ഷിമൃഗാദികളും കപ്പിളായി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇന്നത്തെ സുവോളജി ക്ലാസ് കഴിഞ്ഞു. ഇനി പണി തുടങ്ങാം. ഇന്ന് മംഗളകരമായി പച്ചെന്ന് ആരംഭിച്ചു. വിഷ്ണു ഓൺ തേയിൽ എന്നുള്ള കോസ്റ്റ്യൂം. വെയിൽ വന്നു കഴിയുമ്പോൾ ആരാണെങ്കിലും ഇങ്ങനെ നിൽക്കുള്ളൂ, അത് വേറെ കാര്യം. വിർച്ചും പച്ച അടിക്കാൻ തുടങ്ങി. ചുക്കു കിച്ചുവിനെ അടിക്കാൻ തുടങ്ങി. വെയിലാണെങ്കിൽ ഉച്ചയിലും അടിക്കാൻ തുടങ്ങി. സംഭവം വെയിലാണെങ്കിലും തണലത്തേക്ക് മാറുമ്പോൾ നല്ല തണുപ്പാ. ചുക്കു ഈസ് ഓൾവേസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പണിയെല്ലാം ചടപടേന്നാണ്. പെയിന്റ് അടിക്കുന്നു, വാചകം അടിക്കുന്നു, പെയിന്റ് അടിക്കുന്നു. അതാണ് നമ്മുടെ വർക്ക് ഫ്ലോ. സ്നേഹം കൂടുമ്പോൾ മതിലടിക്കാനുള്ള പെയിന്റ് എടുത്ത് കയ്യിലും കാലിലും മുഖത്തൊക്കെ അടിച്ചെന്നിരിക്കും. വെയിലടി കൊള്ളാതിരിക്കാൻ ഷീറ്റൊക്കെ വലിച്ചു കിട്ടിയാണ് നിൽപ്പ്. പക്ഷേ ഇടക്ക് വീശുന്ന കാറ്റ് ഷീറ്റും പറപ്പിച്ച് അത് കെട്ടി വെച്ചിരിക്കുന്ന കല്ലും പൊക്കിക്കൊണ്ട് അങ്ങ് പറക്കും. നമ്മുടെ പാരച്ചുട്ട് പോലെ. കല്ല് തലേ വീഴാൻ ഒഴിഞ്ഞു മറന്നത് മറ്റൊരു സ്കില്ല്. നേരത്തെ പരാമർശിച്ച സ്നേഹത്തിന്റെ അവശേഷിപ്പാണ് അണ്ണന്റെ കയ്യിലും കാണുന്നത്. ഉച്ചയായപ്പോൾ എല്ലാവരും കൂടി ചെറുകടിയും കഴിച്ച് കുശലം പറയാനിരുന്നു. ചുക്കുൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം വീണ്ടും പെയിന്റ് അടിക്കുന്നു, കാറ്റടിക്കുന്നു, കല്ല് പറക്കുന്നു. 2 മണി കഴിഞ്ഞപ്പോൾ പോയി ലഞ്ച് കഴിച്ചു. അതും കഴിഞ്ഞ് കുറെ നേരം വന്ന് നിന്ന് സംസാരിച്ചു. നിന്ന് കാല് കഴിച്ചപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അണ്ണൻ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. പാവങ്ങൾ അതും കേട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. കഥ കഴിഞ്ഞ് പെയിന്റ് അടി തുടങ്ങി. ഞാനൊന്ന് 2 ഔട്ട്ലൈനും വരച്ചിട്ട് മാർട്ടന് കളർ കൊടുക്കാൻ തുടങ്ങി. വെറൈറ്റി പേരല്ലേ, നീൽഗിരി മാർട്ടൻ. പക്ഷേ മരനായി എന്നാണ് മലയാളത്തിൽ ഇവന്റെ പേര്. ഇവരാൾ കാണാൻ ക്യൂട്ടൊക്കെയാണെങ്കിലും കാർണിവോറസ് ആണ് ഇവന്മാര്. ഒത്തു കിട്ടിയാൽ ഒരു കുഞ്ഞു മാന വരെ ഇവന്മാർ തട്ടിക്കളയും. അങ്ങനെ ഇവന്മാരെ വരച്ച് ഡീറ്റെയിൽ ചെയ്ത് നിന്നപ്പോൾ ഇരുട്ട് വരാൻ തുടങ്ങി. പിന്നെ അധികം നേരം നിന്നില്ല. ആനയാണോ പുലിയാണോ കടുവയാണോ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പെയിന്റ് ഒക്കെ എടുത്ത് വെച്ച് ഇന്നത്തെ പണി മതിയാക്കി. എന്നിട്ട് റൂമിൽ പോയി കെട്ടും കിടക്കാൻ പാണ്ടോ എടുത്ത് ഡോർമെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് സ്നാക്കിന് മാഗിയാണ്, അണ്ടാ മാഗി. എല്ലാവരും കൂടെ അതും അങ്ങനെ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞ് മാഗിയും കഴിച്ച് പ്ലേറ്റും കഴുകി സെക്കൻഡ് ഷോക്ക് കയറി. വിഷ്ണു ഉറങ്ങുന്നല്ല കേട്ടോ, കളങ്കാവലാണ് പടം. ആദ്യം ഇരുന്ന് കണ്ടു, പിന്നെ കിടന്ന് കണ്ടു. പടം കണ്ടു തീർന്നപ്പോൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോർമെറ്ററിൽ നിന്ന് ബാക്ക് ടു റൂമിലെത്തി കഥയും പറഞ്ഞ് കിടന്നു. ബാക്കി നാളെ അപ്പോൾ ബൈ.